നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 8, 2025 തിങ്കൾ. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെക്ഷന് തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് വലിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ അവസാനത്തോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം വീണ്ടും തിരിച്ചുപിടിക്കുവാൻ സാധിച്ചെങ്കിലും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. ഇന്ന് നിഫ്റ്റിയിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൽ തന്നെ ഇന്നത്തെ ഡേ ഹൈയും ടച്ച് ചെയ്യുകയുണ്ടായി. മാത്രവുമല്ല വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് റേഞ്ച് മറികടക്കുവാനും സാധിക്കുകയുണ്ടായില്ല. തൽഫലമായി 26,178 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിടുകയുമുണ്ടായി. തുടർന്നുണ്ടായ ഫോളിന്റെ ഫലമായിട്ട് 25,900 എന്ന ക്രൂഷ്യൽ ലെവൽ നിഫ്റ്റി ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ ബ്രേക്ക് ചെയ്തെങ്കിലും 25,892 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് ഉടനടി തന്നെ റിക്കവർ ചെയ്യുവാനുമായി എങ്കിലും 225 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,960 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 609 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 538 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ ഭീകരമായ അവസ്ഥയാണ് കാണുവാനായിട്ട് സാധിക്കുക. ആകെ 447 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 2,436 കമ്പനികൾ ഇന്ന് നഷ്ടത്തോടുകൂടിയും NSEയിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഭാരത് ഇലക്ട്രോണിക്സ്, JSW സ്റ്റീൽ, ബജാജ് ഫിൻസർവ്, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിട്ടപ്പോൾ ടെക് മഹേന്ദ്ര, വിപ്രോ, HDFC ലൈഫ്, HCL ടെക്നോളജീസ്, അൾട്രാടെക് സിമെന്റ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടവും കൈവരിക്കാനായി. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് BSE മിഡ് ക്യാപ്പിന് 1.7% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ BSE സ്മോൾ ക്യാപ്പിന് 2.2% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ന് എല്ലാ മേഖലകളും അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതും. റിയാലിറ്റിക്ക് 4% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ മീഡിയ, PSU ബാങ്ക്, ടെലകോം തുടങ്ങിയ മേഖലകൾക്ക് 2% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തുടർച്ചയായി അവസാന 3 ട്രേഡിംഗ് സെഷനിൽ വൻ കുതിച്ചുചാട്ടം നടത്തിയ നിഫ്റ്റി ITക്ക് ഇന്ന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 10 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.09 എന്ന ലെവലിലായിട്ടാണ് ഇന്ന് വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായത്. നിക്ഷേപകരുടെ ഭാഗത്ത് നിന്ന് വന്ന ഹ്യൂജ് പാർട്ടിസിപ്പേഷൻ മൂലം ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റിന്റെ IPO ഉൾപ്പെടെ ഈ ഡിസംബർ 16 മുൻപേ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന IPO ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷത്തെ 1.73 ലക്ഷം കോടി രൂപയിൽ നിന്ന് ഈ വർഷത്തെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് 1.77 ലക്ഷം കോടി രൂപയായിട്ട് റെക്കോർഡ് ഹൈയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. നാളെ അതായത് ഡിസംബർ 9 US-ലെ ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. 10-ാം തീയതി രാത്രിയോടുകൂടി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും തുടർന്ന് ഫെഡ് ചെയർമാന്റെ സ്പീച്ചില് സെൻട്രൽ ബാങ്കിന്റെ വരാനിരിക്കുന്ന കമന്ററിയുടെയും ഫലമായിട്ട് ഒരു ദിവസം മുൻപേ മാർക്കറ്റും നിക്ഷേപകരും ജാഗ്രത പുലർത്തുന്ന കാഴ്ചയാണ് ഇന്ന് കാണുവാനായിട്ട് സാധിക്കുക. ഇതിനു പുറമെ ഇന്ന് മുതൽ ഡിസംബറിലെ 2ാമത്തെ ആഴ്ച തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇയർ എൻഡ് പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെന്റ്സിനായിട്ടുള്ള തുടക്കവും വൻ സ്രാവുകളുടെയും മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെയും ഭാഗത്ത് നിന്നും ആരംഭം കുറിക്കുകയുണ്ടായി. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ആരംഭിച്ച അതിശക്തമായ സെല്ലിംഗ് തുടർച്ചയായി ഇന്ന് 5ാമത്തെ ട്രേഡിംഗ് സെഷനിലും വളരെ പ്രകടമായിരുന്നു. തൽഫലമായി ഇന്ന് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100-നും നിഫ്റ്റി മിഡ് ക്യാപ്പ് 100-നും ഇന്നും ഇൻട്രാഡേ ബേസിസിൽ 2% ഇടിവ് നേരിട്ടതിനെ തുടർന്ന് ഇന്നുൾപ്പെടെ തുടർച്ചയായ 5 ട്രേഡിംഗ് സെഷനുകൊണ്ട് 4%-ലേറെ ഇടിവും ഈ 2 സെക്ടറുകൾക്കും നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ മാസത്തെ തുടക്കം മുതൽ അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച 1-ാം തീയതി മുതൽ കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി 5 ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിട്ടാണ് തുടരുകയും ഉണ്ടായത്. മാത്രമല്ല വെള്ളിയാഴ്ചയും RBIയുടെ സർപ്രൈസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഡിസിഷൻ വന്നെങ്കിലും
അവരുടെ ഭാഗത്ത് നിന്നും 438.90 കോടി രൂപയ്ക്ക് വന്ന സെല്ലിങ്ങും 3-4 ട്രേഡിംഗ് സെഷനായിട്ട് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഫ്രഷ് റെക്കോർഡ് ലോകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് അതിനൊരു വിരാമം വന്നു. ഇന്ന് ഫ്രഷ് റെക്കോർഡ് ലോ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയിട്ടും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് റേഞ്ചിൽ നിന്നും 10 പൈസയുടെ നഷ്ടം ഇന്നും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി ഇന്ത്യൻ രൂപയ്ക്ക്. ഇന്ന് നമ്മൾ രാവിലെ കണ്ടിരുന്നു ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഉയർച്ചയായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില $64 അടുത്തായിട്ടും എത്തിച്ചേർന്നു. ക്രൂഡ് ഓയിലിന്റെ വില $60 മുകളിലായിട്ടും പറക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടടുത്ത് മാർക്കറ്റിലുണ്ടായ വോൾട്ടാലിറ്റിയെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അതിശക്തമായ ഇടിവ് നേരിടുകയുണ്ടായി. എന്നാൽ ഇന്ന് മാർക്കറ്റിന്റെ ഭൂരിഭാഗം സമയത്തും ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിലുണ്ടായ ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ മോശമായ രീതിയിൽ തന്നെ ബാധിച്ചു. പിന്നീട് കൂൾ ഓഫ് ആകാൻ സാധിച്ചെങ്കിലും അവസാന 2 ആഴ്ച തുടർച്ചയായിട്ട്, അതായത് കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുൻപത്തെ ആഴ്ചയിലും ഇന്ത്യ വിക്സ് എല്ലാ ട്രേഡിംഗ് സെഷനുകളിലും ഇടിവാണ് രേഖപ്പെടുത്തുകയും ഉണ്ടായത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ദിവസം ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തി ഒഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ, എന്നാൽ ഇന്ന് ഇന്ത്യ വിക്സിൽ 11% ഉയർച്ചയാണ് ഇൻട്രാഡേ ബേസിസിൽ മാത്രം അനുഭവപ്പെടുകയുണ്ടായത്. തുടർന്ന് ഇന്ന് ഇന്ത്യ വിക്സിന് 7.75% ഉയർച്ചയോടുകൂടി 11.12 എന്ന ലെവലിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലത്തെ പോലെ തന്നെ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോഴും നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ആകെ തായ്വാൻ, കൊറിയൻ, തായ്ലാന്റ്, ചൈനീസ് മാർക്കറ്റുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. ഇന്ത്യ ഉൾപ്പെടെ മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില നിലവിൽ 0.25% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് $63.27 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിലും 0.25% ഇടിവ് നേരിട്ടുകൊണ്ട് $59.60 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില നേരിയ ഉയർച്ചയാണ് നിലവിൽ കാണുക. $4208.48 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്പൈസ് ജെറ്റ്, ഇൻഡിഗോയുടെ കൂട്ട വിമാന സർവീസുകൾ റദ്ദാക്കൽ ഇന്നും തുടരുകയുണ്ടായി. തൽഫലമായി ഇന്നും സ്റ്റോക്കിന് ഇൻട്രാഡേ ബേസിസിൽ 14% ഉയർച്ച രേഖപ്പെടുത്തുവാൻ സാധിക്കുകയുണ്ടായി. ആസ്ട്രോൺ മൾട്ടിഗ്രെയിൻ ഇന്ന് സ്റ്റോക്ക് SME സെഗ്മെന്റില് IPO പ്രൈസിനേക്കാളും 20% പ്രീമിയത്തിന്റെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായത്. റാവൽ കെയർ ഇന്ന് SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 55% പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടി തന്നെ ലിസ്റ്റ് ചെയ്യുവാനും സാധിച്ചു. ഇൻവിക്ട ഡയഗ്നോസ്റ്റിക്സ് ഇന്ന് NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്ക് IPO പ്രൈസിൽ നിന്നും 18% പ്രീമിയത്തിന്റെ നേട്ടത്തോടു കൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. റിലയൻസ് പവർ വ്യാജ ബാങ്ക് ഗ്യാരണ്ടി കേസിൽ ED കുറ്റപത്രം സമർപ്പിച്ചതിനെ തുടർന്ന് ഇന്ന് സ്റ്റോക്കിന്റെ വിലയിൽ 6% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. റിഷാബ് ഇൻസ്ട്രുമെന്റ്സ് ലിമിറ്റഡ് മുൻനിര യൂറോപ്യൻ ഇലക്ട്രിക്കൽ സ്ഥാപനത്തിൽ നിന്നും €1 മില്യൺ അഥവാ 10 കോടി ഇന്ത്യൻ രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. സായ് ലൈഫ് സയൻസ് ലിമിറ്റഡ് കൽബുർഗിയിലെ വാണിജ്യ നികുതി ജോയിന്റ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നും 46.24 കോടി രൂപയുടെ IGST ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.